വാർത്തകളുടെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ച ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഉലയുകയാണ് ലോകം മുഴുവനും. ഇസ്രയേലും US-ഉം സംയുക്തമായി ഇറാനെ ആക്രമിച്ചതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. മറുപടിയായി ഇറാൻ അറബ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വ്യോമാക്രമണം ആരംഭിച്ചതോടെ പ്രവാസികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. ഇറാൻ തിരിച്ചടി ശക്തമാക്കി. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യൻ വ്യോമഗതാഗതം പാതിയും സ്തംഭിച്ചു. സംഘർഷത്തിൽ ഇതുവരെ 1097 ഇറാനികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ ഇന്ധന വിതരണവും ആശങ്കയിലാണ്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ ഇടക്കാല നേതാവായി ആയത്തുള്ള അലിറേസ അറാഫി ചുമതലയേറ്റു. ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പലിനെ US തകർത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും സംഘർഷാന്തരീക്ഷത്തെ വിളിച്ചുവരുത്തി. ഇറിസ് ദേന എന്ന യുദ്ധക്കപ്പലിനെ മുങ്ങിക്കപ്പലുകളുടെ സഹായത്തോടെയാണ് US മുക്കിയത്. 87 സൈനികരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 30ഓളം പേരെ കാണാതായിട്ടുമുണ്ട്. അതിനു പകരമായി US കപ്പൽ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടതോടെ സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകൾ മങ്ങി. എങ്കിലും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതീക്ഷകൾക്ക് ഇട നൽകുന്നുണ്ട്. ഏറെ കാലത്തിനു ശേഷം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായ വിധി വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന ചർച്ച സജീവമാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നും ആചാരം സംരക്ഷിക്കുമെന്നും സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വിഷയത്തിൽ സർക്കാർ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് മലയാളികൾ. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. മെയ് 23 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ കാലാവധി. ഏപ്രിൽ 2ാം വാരത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കരുതുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങളും സീറ്റ് വിഭജന ചർച്ചകളും മുന്നണി മാറ്റവും സജീവമാണ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതാണ് മറ്റൊരു സുപ്രധാന സംഭവം. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയുടെ 1ാം പട്ടികയിൽ കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റണമെന്നായിരുന്നു ആവശ്യം. മലയാളം ഭരണഭാഷയാക്കിക്കൊണ്ടുള്ള ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പുവെച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുക, കോടതി ഭാഷ, സർക്കാർ ഉത്തരവുകൾ തുടങ്ങിയവ മലയാളത്തിലാക്കുക എന്നിവയാണ് ബിൽ ലക്ഷ്യം വയ്ക്കുന്നത്. 2025 ഒക്ടോബറിലാണ് ഈ ബില്ല് നിയമസഭ പാസാക്കിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് KSU പ്രതിഷേധത്തിനിടെ പരുക്കേറ്റതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫെബ്രുവരി 25-ന് KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റത്. മന്ത്രിയുടെ കഴുത്തിനാണ് പരുക്കേറ്റത്. മന്ത്രിക്കെതിരായ ആക്രമണം രാഷ്ട്രീയ ആഭാസമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേരളത്തെ അപ്പാടെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അപ്രതീക്ഷിതമായി വീട് നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പദ്ധതികളുടെ ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ കൈമാറ്റവും പട്ടയ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 7 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് ഓരോ വീടും പണിതിരിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഏറെ കാലത്തിന് ശേഷം കരുത്താർന്ന ഇന്നിംഗ്സ് കാഴ്ചവെച്ചതിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. T20 സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിലാണ് സഞ്ജു 50 പന്തിൽ നിന്ന് 97 റൺസ് നേടിയത്. സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ തിരിച്ചടിയായതോടെ ടൂർണമെന്റിൽ ഭൂരിഭാഗം മാച്ചുകളിലും സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ സഞ്ജുവിന് പകരം ക്രീസിലെത്തിയവർ മോശം പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയതോടെയാണ് സഞ്ജുവിന് വീണ്ടും അവസരം ലഭിച്ചത്. ഈഡൻ ഗാർഡനിലെ പക്വതയാർന്ന പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിന്റെ തന്നെ നെടുംതൂണായി മാറിയിരിക്കുകയാണ് സഞ്ജു. ആഭ്യന്തര ക്രിക്കറ്റിലും അത്ഭുതങ്ങളുടെ ആഴ്ചയായിരുന്നു കടന്നുപോയത്.
ജമ്മു കശ്മീർ ആദ്യമായി രഞ്ജി ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടത് ക്രിക്കറ്റ് ആരാധകർക്ക് വിരുന്നായി. കരുത്തരായ കർണാടകയെ പരാജയപ്പെടുത്തിയാണ് പരാസ് ദോഗ്രയുടെ നേതൃത്വത്തിലുള്ള ജമ്മു ടീം കിരീടം ചൂടിയത്. 47 വർഷത്തിനു ശേഷം ഉലകനായകൻ കമൽഹാസനും സ്റ്റൈൽ മന്നൻ രജനീകാന്തും ഒന്നിക്കുന്നുവെന്നതാണ് സിനിമാ ലോകത്തെ വിശേഷം. തലൈവർ 173 എന്ന പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നെൽസൺ ദിലീപ് കുമാറാണ്. ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരായ 2 നടന്മാർ ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം മലയാളികൾക്ക് അത്രമേൽ പരിചിതനാണ്. മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3-ാം ഭാഗം റിലീസിന് ഒരുങ്ങുന്നുവെന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നു. അതേസമയം തന്നെ അത്ര സുഖകരമല്ലാത്ത ചില വാർത്തകളും തമിഴ് സിനിമാ ലോകത്തുനിന്ന് എത്തുന്നുണ്ട്. തമിഴ് നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തുവെന്നതാണ് ദളപതി ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. വിവാഹേതര ബന്ധം, ക്രൂരത എന്നീ ആരോപണങ്ങളാണ് വിവാഹമോചനത്തിനായി സംഗീത നിരത്തിയിരിക്കുന്ന കാരണങ്ങൾ. വിജയ് സംഗീത ദാമ്പത്യം തകർന്നതിന്റെ കാരണക്കാരി നടി തൃഷയാണെന്ന അഭ്യൂഹം പടർന്നതോടെ തൃഷ കടുത്ത സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ.